എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സൈറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025. ആദ്യം തന്നെ 6 of Pentacles, 5 of Swords, Ace of Pentacles, 3 of Swords, Emperor energy, അതുപോലെ തന്നെ 9 of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, നമ്മൾ പോയി ഏണി പിടിക്കുക എന്നൊക്കെ പറയില്ല. അതായത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ പോയിട്ട് ചെന്ന് ഇടപെടുന്ന ഒരു സാഹചര്യം ഒരു മാസത്തിലുണ്ട്. അതൊന്നും ഒഴിവാക്കിയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. 6 of Pentacles ആണ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നേട്ടം കൊണ്ടുവരുന്ന ഒരു മാസമാണ്. അപ്പോൾ ലോൺ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ലോൺ കിട്ടാനൊക്കെ സാധ്യതയാണ്. വീട് പണി കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് മുടങ്ങി കിടക്കുന്നവർ, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലോൺ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെയുള്ള അതൊക്കെ മുന്നോട്ടേക്ക് പതിയെ വീണ്ടും നീങ്ങാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വരവ് ചിലവുകളുടെ സമയമാണ്. എന്ന് വെച്ചിട്ട് ഒത്തിരി ചിലവുണ്ടാവില്ല, പക്ഷെ എന്നാലും വരവ് കൂടുന്നുണ്ടെങ്കിൽ ചിലവൊക്കെ അതിനനുസരിച്ചിട്ടും കുറേശ്ശെ കൂടാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചിലവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സേവ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാകും. സാമ്പത്തിക സുഭദ്രത നിലനിർത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സമയമാണ് ഈ ഒരു മാസം. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ആളുകളും ആദ്യം ചിലവ് എടുത്ത് വച്ച് കഴിഞ്ഞിട്ട് മാസാവസാനം ബാക്കി വരുന്നത് സേവ് ചെയ്യാൻ പോകുന്ന തരത്തിൽപ്പെട്ട ആളുകളാണ് ഒത്തിരി പേര് അങ്ങനെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ആദ്യം തന്നെ തീരുമാനിക്കുക, ആദ്യമേ സേവ് ചെയ്യാനുള്ളത് ഇത്ര % മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് എന്നുള്ള രീതിയിലാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് മാസാവസാനം വരുമ്പോൾ ചിലവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പുതിയ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചു പോയപ്പോഴും അതിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ആദ്യമേ സേവ് ചെയ്യാനുള്ള മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് തുടക്കം കുറിക്കാൻ പറ്റിയ സമയമാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു മാസം ആയിക്കൊള്ളട്ടെ. അപ്പോൾ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ആലോചിച്ചും കണ്ട് ചെയ്യാം. വ്യക്തമായിട്ടുള്ളൊരു റെപ്യൂട്ടേഷനുള്ള ഒരു കമ്പനീസിൽ കാലങ്ങളായിട്ടുള്ളതോ അതുപോലെ എന്തെങ്കിലും ഒരു റെപ്യൂട്ടേഷനുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസിൽ. അതേപോലെ 5 of Swords എനർജിയാണ്. നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് പോയി വള്ളി പിടിക്കുന്ന ഒരു രീതി എന്നൊക്കെ പറയുന്ന പോലെ വേണ്ടാത്തിടത്തൊക്കെ പോയി തലവച്ച് കൊടുക്കാനുള്ള ഒരു ഇത് കൂടുതലായിരിക്കും. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ശീലമുള്ള ഒരാളാണെങ്കിൽ എല്ലായിടത്തും പോയിട്ട് എല്ലാവരെയും സഹായിക്കാനായിട്ടും, അല്ലെങ്കിൽ മധ്യസ്ഥത നിൽക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 പേരുടെ വഴക്കിൻ്റെ ഇടയിൽ പോയിട്ട് മധ്യസ്ഥത നിൽക്കാനൊക്കെ പോകാൻ തോന്നുന്നുണ്ട് എങ്കിൽ അതിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുക, പോകാതിരിക്കുക തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ 2 പേര് തമ്മിൽ വഴക്കിടുമ്പോൾ ആ വഴക്കിടുന്ന 2 പേര് കൂടിയിട്ട് അവസാനം നിങ്ങളെ കത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. ആ ഒരു രീതിയിലെന്നല്ല ഉദ്ദേശിച്ചെന്നാലും അവസാനം കുറ്റക്കാരൻ നിങ്ങളാവുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുക, കണ്ടു നിൽക്കാതിരിക്കുക. കണ്ടു നിന്നാൽ നിങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാൽ കൂടെ ഉള്ളവരൊക്കെ നോക്കാനും പിടിക്കാനും ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരിടം വരെ പോകാനെന്ന് പറഞ്ഞ് മാറിപ്പോവുക. അല്ലാത്ത പക്ഷം നിങ്ങളതിൽ പെട്ടുപോകും, ഉറപ്പാണ്. പിന്നെ അനാവശ്യം ചിന്തിച്ചു കൂട്ടുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടായാലും നിങ്ങൾ കാട് കയറി ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് തോന്നി തുടങ്ങുമ്പോൾ അതവിടെ നിർത്തുക. പിന്നെ ഈ ചിന്തകളെന്ന് പറയുന്നത് അതിനൊരു കടിഞ്ഞാൺ ഇല്ലാതെ ചിന്തകളെ അഴിച്ചു വിട്ടാൽ നമുക്ക് ടെൻഷൻ ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ്, സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരിപ്പോൾ, കാരണം നിങ്ങൾ പല ആളുകളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് ഊതിത്തരിക എന്നൊക്കെ നമ്മൾ പറയില്ലേ, പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങളെക്കൊണ്ട് തോന്നിപ്പിക്കുക. അപ്പോൾ മറ്റൊരാളുടെ കുറ്റമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോസിപ്പോ കാര്യങ്ങളോ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്
എനിക്ക് കേൾക്കണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് തോന്നുന്നു വിചാരിച്ച് കേട്ടിരിക്കാതിരിക്കുക. ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വിഷയം മാറ്റുക. അത് സ്ട്രോങ് ആയിട്ട് തന്നെ പറയുക, കാരണം അത് നിങ്ങളെയാണ് ബാധിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല സമയമാണ്. വിദ്യാഭ്യാസ കാലഘട്ടമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കോഴ്സൊക്കെ തീരാറായിരിക്കുന്നവർ ഇൻറ്റേൺഷിപ്പിന് കാര്യങ്ങൾക്കൊക്കെ ഉള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസം. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ എന്താണ് ഇനി അങ്ങോട്ടേക്ക്, നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് ആണ് ഈ ഒരു സമയം. അപ്പോൾ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ശരിക്ക്, അതായത് നിങ്ങളൊരു തീരുമാനമെടുക്കുന്ന സമയമാണ്. പിന്നത് ഇനി അങ്ങോട്ടേക്ക് ഇതാണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് പുതിയൊരു നേട്ടം, പുതിയൊരു അംഗീകാരം നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടാവും, ബെസ്റ്റ് എംപ്ലോയിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ളൊരു സാഹചര്യം, കഴിവുകൾക്ക് അനുസരിച്ചിട്ട് അംഗീകാരം കിട്ടുകയും ചെയ്യുന്നുണ്ട്. ശമ്പള വർധനവ് ചില ആളുകളെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട് കമ്പനിയിൽ. എന്തെങ്കിലും സാഹചര്യം അനുസരിച്ചിട്ട് എന്താ ബോണസോ ഇൻസെൻറ്റീവ്സോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടം, വരുമാനം ആയിട്ട് ഉള്ളൊരു നേട്ടം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പം ഇവിടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആവും. ചില ആളുകൾക്കൊരു പ്രത്യേക കഴിവാണ് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു, ഇത് ചെയ്തു, അല്ലെങ്കിൽ കരഞ്ഞ് സങ്കടം എന്ത് പറഞ്ഞാലും പെട്ടെന്ന് സങ്കടത്തിലേക്ക് വരും, നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യത്തിന് വീണ് പോവാതിരിക്കുക. കാരണം അത് തീർച്ചയായിട്ടും സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്, മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു നിവൃത്തിയില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറയാം. പിന്നെ കൂടുതൽ സംസാരത്തിന് ഇടവരുത്താതിരിക്കുക എന്നുള്ളതാണ്. കാരണം സംസാരിച്ചിട്ട് ജയിക്കാൻ പറ്റില്ല, മാനിപ്പുലേഷനാണ് അവിടെ. അതുകൊണ്ട് ഇല്ല, അതങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്. എംപറർ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കഴിവാണ് ഈ ഒരു സമയത്ത് മറ്റുള്ളവർ ഇതുപോലുള്ള മാനിപ്പുലേഷൻസിലൊന്നും വീണ് പോകാതിരിക്കാം. അതേപോലെ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ ഉള്ള സാഹചര്യമുണ്ട്. ഇനി പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച്, അതായത് പുറത്തു പോയിട്ട് ജോലി ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഒത്തിരി സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സാമൂഹ്യ സംഘടനയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനയുടെയൊക്കെ ഭാഗമായിട്ട് നിലകൊള്ളാൻ, അതിൻ്റെ സ്ഥാനത്തേക്ക് ചെയർപേഴ്സൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉന്നത ഒരു സ്ഥാനത്തേക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 4 ആൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മുന്നേറാൻ പറ്റുന്ന സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭയം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ടോക്ക്, ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് പുറത്ത് കടത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് പുറത്ത് കളയാനായിട്ട് ശ്രമിക്കുക. കാരണം നെഗറ്റിവിറ്റിയുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മൊത്തം സ്ട്രെസ്സായിരിക്കും. അപ്പോൾ ഈ കുറച്ചൊന്ന്
എന്താ പറയുക, മെഡിറ്റേഷനോ യോഗയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് വിടുക. ഭയങ്കര ധൃതിയുള്ള ലൈഫ്, അതായത് ജോലിക്ക് പോകുന്നു, രാവിലെ വരുന്നു, ഫാമിലി, കുട്ടികൾ, സാഹചര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് സമയം നിങ്ങൾക്കായിട്ട്, യാത്രകൾക്കായിട്ട് ഒക്കെ മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.